ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2021 പുറത്തിറങ്ങിയിട്ടുള്ള രംഗ് ദേ എന്ന ഒരു തെലുങ്ക് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ 1995 മാർച്ച് 15 ഒരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടിയാണ് നമ്മളുടെ സിനിമയുടെ ഹീറോ ആയിട്ടുള്ള അർജുൻ. അർജുനെ അങ്ങനെ ചെറുപ്പകാലം മുതലേ വീട്ടുകാർ വളരെയധികം സ്നേഹിച്ചും ലാളിച്ചും വളർത്തുകയാണ്. അങ്ങനെ അർജുന് 4 വയസ്സ് വരെ അങ്ങനെ വളർന്നിരിക്കുമ്പോഴാണ് നമ്മളുടെ ഹീറോയിൻ്റെ എൻട്രി. നമ്മുടെ ഹീറോയിനും 4 വയസ്സാണ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ ഹീറോ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളുടെ ഹീറോയിനും ഫാമിലിയും. നമ്മുടെ ഹീറോയിൻ്റെ പേര് അനുപമ എന്നാണ്. അവളുടെ അച്ഛൻ മരിച്ചതാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഹീറോയുടെ ഫാമിലി അവരുടെ ഫാമിലിയായിട്ട് പെട്ടെന്ന് തന്നെ അറ്റാച്ച് ആവുന്നു. ഹീറോയുടെ അച്ഛനൊക്കെ ആണെങ്കിൽ സ്വന്തം മകളെ നോക്കുന്നത് പോലെ തന്നെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ അനുപമയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇത്രയും കാലം നമ്മളുടെ ഹീറോയ്ക്ക് ഒറ്റയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹം ഇപ്പം ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് അനുപമയ്ക്ക് കൂടി ലഭിക്കുകയാണ്. അപ്പം മുതലേ നമ്മളുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് ഒരു ഫീൽ അവൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതായത് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒക്കെ അവൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവിടെ സ്കൂളിൽ വെച്ച് നടക്കുന്ന എക്സാംസിനും കാര്യങ്ങൾക്കും ഒക്കെ അനുപമയായിരുന്നു ഫസ്റ്റ് മാർക്ക് മേടിക്കുന്നത്. നമ്മുടെ അർജുനാണെങ്കിൽ പല എക്സാംസിനും ഫെയിൽ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവൻ എക്സാംസിനൊക്കെ ഫെയിൽ ആവുന്നതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് വഴക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവനെ കമ്പൽ ചെയ്യായിരുന്നു പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പതിയെ പതിയെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് ആ ഒരു സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഇവൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഇവനാണെങ്കിൽ നമ്മളുടെ അനുപമയുടെ അമ്മയുമായിട്ട് നല്ല ക്ലോസ് ആവാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടി ഇപ്പോൾ ഒരുമിച്ച് വളരുകയാണ്. അങ്ങനെ കുറച്ച് വലുതായി ഒരു ദിവസം സ്കൂളിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി നമ്മളുടെ ഹീറോയ്ക്ക് ഒരു ലവ് ലെറ്റർ കൊടുക്കുകയാണ്. എന്നാൽ നമ്മളുടെ അനുപമയാണെങ്കിൽ അത് കണ്ടിട്ട് അവൾ നേരെ അത് ചെന്ന് വീട്ടിൽ പറയുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ ഇവളറിയാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അനുപമ ഈ ചെയ്യുന്നതൊക്കെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അർജുൻ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മളുടെ അർജുനാണെങ്കിൽ ഇതൊന്നും അത്ര തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവന് അവളോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം രണ്ടുപേരും എഞ്ചിനീയറിങ്ങിന് ചേരുന്നു. ഇപ്പോൾ എഞ്ചിനീയർ ലാസ്റ്റ് ഇയറിൽ ഇവരുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമ്മളുടെ അനുപമയാണെങ്കിൽ 95 മാർക്കോട് കൂടി അവൾ പാസ്സായിട്ടുണ്ട്. നമ്മളുടെ ഹീറോ ആണെങ്കിൽ 5 എക്സാംസിന് ഫെയിൽ ആയിരിക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ ആ ഒരു വിഷമത്തിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം വെള്ളം അടിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് അനുപമയാണ് എൻ്റെ ഏറ്റവും വലിയ എനിമി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു വരികയാണ്. അങ്ങനെ അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചു വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ ചെന്ന് ഇടിക്കുന്നു. അപ്പോഴാണ് അവൻ അറിയുന്നത് അവൻ ഇടിച്ചത് മറ്റാരുടെയും വണ്ടി ആയിരുന്നില്ല, അനുപമയുടെ വണ്ടിയായിരുന്നു എന്ന്. അപ്പോൾ അനുപമയും അവളുടെ അമ്മയും പിന്നെ നമ്മളുടെ ഹീറോയുടെ അമ്മയും അച്ഛനും കൂടിയിട്ട് നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നതായിരുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോ ഇത്തരത്തിൽ മദ്യപിച്ചിട്ടാണ് വന്ന് ഇങ്ങനെ വണ്ടി ഇടിച്ചതെന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുത്ത് നീ എന്തിനാ ഇങ്ങനെ മദ്യപിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അനുപമ അച്ഛൻ്റെ അടുത്ത് പറയുന്നു അവൻ 5 സബ്ജക്ട്സിനും ഫെയിലായതല്ലേ, അതിൻ്റെ വിഷമത്തിൽ മദ്യപിച്ചതായിരിക്കുമെന്ന്. ഇത് കേട്ടപ്പോഴേക്കും നമ്മളുടെ ഹീറോയുടെ അച്ഛൻ ആകെ ഷോക്കാവുന്നു. എൻ്റെ മകൻ എഞ്ചിനീയർ ഫെയിലായോ എന്ന് ചോദിച്ച് അയാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു നെഞ്ചുവേദന വരികയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ റിവാലുവേഷന് കൊടുക്കുന്നുണ്ട്, റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണെന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിനായിട്ടുള്ള അനുപമയുടെ അമ്മ നമ്മളുടെ ഹീറോയ്ക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് റിവാലുവേഷന് വേണ്ടിയിട്ട്. ഹീറോ ആ പൈസയൊക്കെ കൊണ്ടുപോയിട്ട് എക്സാം ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടീംസിനൊക്കെ കൊണ്ടുപോയി പൈസയൊക്കെ കൊടുക്കുകയാണ്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ നമുക്കൊരു എയർപോർട്ട് കാണിക്കുന്നു. നമ്മളുടെ അനുപമയും അതുപോലെ തന്നെ നമ്മളുടെ ഹീറോയും കൂടിയിട്ട് ഇപ്പോൾ ഒരു എയർപോർട്ടിൽ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ അർജുനാണെങ്കിൽ എപ്പോഴും ചോക്ലേറ്റ്സ് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ നമ്മളുടെ അർജുൻ എപ്പോഴൊക്കെ ചോക്ലേറ്റ് കഴിക്കാൻ എടുത്തോ അപ്പോഴൊക്കെ അനുപമ അതിൽ നിന്ന് അവൾക്കുള്ള ഭാഗം എടുത്തിട്ടാണ് അവന് കൊടുക്കാറുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇവർ എയർപോർട്ടിലിരുന്ന് ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്തും നമ്മളുടെ അർജുൻ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റാരെയും ആയിരുന്നില്ല, നമ്മളുടെ അർജുൻ്റെ ചേച്ചിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അർജുൻ്റെ ചേച്ചിയും മക്കളും ഒക്കെ വന്ന സമയത്ത് നമ്മളുടെ ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെയൊക്കെ ഒപ്പം സംസാരിച്ച് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അർജുൻ ഇപ്പോൾ ചേച്ചിയുടെ മകൻ്റെ കൂടെ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി വന്നിട്ട് ഒരുത്തൻ എഞ്ചിനീയറും ഫെയിലായിട്ട് വെറുതെ ഇരുന്ന് ഗെയിം കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവനെ അടിക്കാൻ വേണ്ടി ഓടിക്കുന്നു. അവനാണെങ്കിൽ ഓടിച്ചെന്ന് നമ്മളുടെ ഹീറോയിൻ്റെ പുറകിൽ പോയി ഒളിക്കുകയാണ്.
അപ്പോൾ അവൻ അറിയാതെ അനുപമേനെ ഇങ്ങനെ തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഹീറോ അവളെ സ്പർശിച്ച സമയത്ത് അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീൽ വരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം ഇപ്പം നമ്മളുടെ അനുപമയാണെങ്കിൽ അവൾ ജിമാറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ദുബായിലൊരു കോളേജ് ഉണ്ട്, അവിടെ പോയി പഠിച്ചാൽ മാത്രമേ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറാൻ കഴിയൂ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മളുടെ ഹീറോയും എങ്ങനെയെങ്കിലും ജിമാറ്റ് എക്സാം എഴുതിയെടുക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ ആ ഒരു കാര്യം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ട്, പക്ഷേ ഫസ്റ്റ് നീ എഞ്ചിനീയർ പാസ്സായാൽ മാത്രമേ നിനക്ക് ഇത് പാസ്സാവാൻ വേണ്ടി കഴിയൂ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഒരു ദിവസം നമ്മളുടെ അനുപമ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഏതൊക്കെയോ പയ്യന്മാരുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുന്നു. അവൾ ഉടനെ തന്നെ നിന്നെയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അർജുനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അർജുൻ അങ്ങോട്ട് വന്നപ്പോൾ ഒരു 10 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരെ എല്ലാവരെയും അടിച്ചു നിരത്താൻ അവൾ പറയുന്നു. അപ്പോൾ അർജുൻ 10 പേരെ ഇടിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അതിലുള്ളവർ നമ്മളുടെ ഹീറോയെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നു. ഉടനെ തന്നെ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൻ ചെന്ന് നല്ല ഹീറോയിസത്തിൽ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുകയാണ്. അപ്പം നമ്മളുടെ ഹീറോയിന് അർജുൻ്റെ മേലെയുള്ള ഇഷ്ടം ഭയങ്കരമായിട്ട് കൂടുകയാണ്. അവിടെ വെച്ച് കേട്ടായി ഇപ്പം നമ്മളുടെ അർജുൻ്റെ റിവാലുവേഷൻ്റെ റിസൾട്ട് വരികയാണ്. അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന 5 പേപ്പേഴ്സിനും അവന് 90 എബോവ് മാർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ റിസൾട്ട് കണ്ടിട്ട് അവനും ആകെ ഷോക്കാവുന്നുണ്ട്, അതുപോലെ തന്നെ അവൻ്റെ വീട്ടുകാരും ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നു, എൻ്റെ അഡീഷണൽ ഷീറ്റൊക്കെ അവർ മിസ്സായി പോയെന്ന് തോന്നുന്നു ആദ്യം വാല്യൂ ചെയ്ത സമയത്ത്, ഇപ്പോൾ എന്തായാലും സെറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അർജുൻ പൈസ കൊടുത്തിട്ടാണ് ഇത്രയും മാർക്ക് മേടിച്ചതെന്നുള്ളത് അവനും ഫ്രണ്ട്സിനും മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം അവനിപ്പോൾ വീട്ടിൽ ജിമാറ്റ് എക്സാം എഴുതുന്ന കാര്യം പറയുന്നു. അങ്ങനെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ നമ്മളുടെ ഹീറോയിൻ്റെ അമ്മയായിരുന്നു റെഡിയാക്കി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവരിപ്പോൾ നോക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ അനുപമ നമ്മളുടെ ഹീറോയ്ക്ക് പൈസ കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ അത് കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് കൊടുക്കുന്നു. അങ്ങനെ അവർ ഹീറോയ്ക്ക് പകരം മറ്റൊരു വ്യക്തിയെ വെച്ച് എക്സാമൊക്കെ എഴുതിച്ചിട്ട് നമ്മളുടെ ഹീറോയെ എക്സാമിൽ പാസ്സാക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോ ഈ ഒരു എക്സാമിൽ പാസ്സായ സന്തോഷത്തിൽ നമ്മളുടെ ഹീറോയുടെ അച്ഛൻ അവിടെയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പാർട്ടി കൊടുക്കുകയാണ്. നമ്മളുടെ ഹീറോയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനും ഇതും കൂടി ഒരുമിച്ച് നടത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ അനുപമയുടെ അമ്മയാണെങ്കിൽ പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതായത് ഇവൾ ഇനി അധികം പഠിക്കുകയൊന്നും വേണ്ട, ഇവളിപ്പോൾ ഏകദേശം ഇത്രയൊക്കെ പഠിച്ചല്ലോ, ഇനിയിപ്പോൾ ഇവക്ക് നല്ലൊരു ഫോറിൻ ചെക്കനെ കണ്ടുപിടിച്ചിട്ട് അവളുടെ കല്യാണം നടത്താമെന്ന് തീരുമാനിക്കുന്നു. നമ്മുടെ അനുപമയാണെങ്കിൽ ഈ ഒരു കാര്യം കേട്ട് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അങ്ങനെ അവളിപ്പോൾ ചെന്ന് നമ്മളുടെ അർജുൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അവൻ്റെ അടുത്ത് അവളിങ്ങനെ പറയുന്നുണ്ട്, അതായത് എനിക്കിനിയും ഒരുപാട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കിപ്പോൾ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല, അതുമാത്രമല്ല എനിക്ക് നിന്നെയാണ് ഇഷ്ടം എന്നും അവൾ അവൻ്റെ അടുത്ത് തുറന്നു പറയുന്നു. എന്നാൽ അവൾ അവൻ്റെ അടുത്ത് ഇഷ്ടം തുറന്നു പറഞ്ഞ സമയത്ത് അവൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നിൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ 25 വർഷം പോയി, ഇനിയും എൻ്റെ ജീവിതം പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ വെച്ച് കേട്ടായി ഇപ്പം നമ്മളുടെ അർജുൻ്റെ ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി അർജുനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നു. അതായത് അർജുൻ ജിമാറ്റ് എക്സാം പാസ്സായെങ്കിലും അർജുന് ആ ഒരു ദുബായിലുള്ള കോളേജിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടില്ല, അവിടെ സീറ്റ് ഫില്ലായി, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന്. അപ്പോൾ അതെന്താ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെക്കാൾ മുന്നേ അവിടെ 2 പേരെ കോളേജിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരാളൊരു പെൺകുട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടീൻ്റെ പേര് ചോദിക്കുന്ന സമയത്താണ് അയാൾ പറയുന്നത് അനുപമ എന്നാണെന്ന്. ഇതും കൂടി കേട്ടപ്പോഴേക്കും നമ്മളുടെ ഹീറോയ്ക്ക് ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഇവളെൻ്റെ ജീവിതം നശിപ്പിക്കാൻ അവിടെയും വന്നോ എന്നുള്ള രീതിക്ക് നമ്മളുടെ ഹീറോ ചിന്തിക്കുന്നു. അപ്പോൾ ഇവൾ പെട്ടെന്നെങ്ങാനും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ഇവൾ എന്തായാലും പഠിക്കാൻ പോകില്ല, അപ്പോൾ ആ ഒരു സീറ്റ് അർജുന് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവനപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നേരെ ഈ ഒരു കാര്യം ചെന്ന് അവളുടെ അമ്മയുടെ അടുത്ത് പറയുന്നു. അതായത് അവൾ ഈ ജിമാറ്റ് എക്സാം എഴുതിയതും കാര്യങ്ങളും ഒന്നും അവളുടെ അമ്മയ്ക്ക് അത്ര അറിയുണ്ടായിരുന്നില്ല. കാരണം അവളുടെ അമ്മയ്ക്ക് ഇവൾ കൂടുതൽ പഠിക്കുന്നതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇവളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം എന്നായിരുന്നു. നമ്മുടെ അനുപമ ഇപ്പോൾ തനിക്ക് ദുബായിലുള്ള കോളേജിൽ സീറ്റ് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോടു കൂടി അവൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവളുടെ അമ്മ അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു വഴക്ക് നമ്മളുടെ ഹീറോയുടെ വീട് വരെ എത്തുകയാണ്. അങ്ങനെ ഹീറോയുടെ അച്ഛനും അമ്മയും അവളുടെ അടുത്ത് നീ അമ്മ പറയുന്നത് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നു. പക്ഷെ അവളാണെങ്കിൽ തൻ്റെ അമ്മേനെ കുറേ കുറ്റപ്പെടുത്തി ഭയങ്കര റോങ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മളുടെ ഹീറോയുടെ അച്ഛൻ അവളുടെ മുഖത്തിനിട്ട് ഒരടി വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഹീറോയെ കണ്ടു പഠിക്കാൻ വേണ്ടി പറയുന്നു. അതായത് അയാൾ പറയുന്നു, നീ എൻ്റെ മകനെ കണ്ടു പഠിക്കുക, ഇന്ന് വരെ ഞാൻ പറഞ്ഞതിന് ഒരു എതിരഭിപ്രായം അവൻ പറഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ പറഞ്ഞ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മളുടെ ഹീറോയെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുകയാണ്.
അങ്ങനെ അവൾക്കിപ്പോൾ വേറെ വഴിയില്ലാതെ കല്യാണത്തിന് സമ്മതിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അവൾ അങ്ങനെ നമ്മളുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഓക്കെ പറയുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോൾ അവൾക്കാണെങ്കിൽ ഹീറോയുടെ അടുത്ത് താൻ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടും അവനത് മനസ്സിലായില്ലേ എന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവളുടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മളുടെ ഹീറോ ആണെങ്കിൽ അവൾക്ക് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ തനിക്ക് ആ സീറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഹീറോ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആവുന്നു. അങ്ങനെ ഇപ്പോൾ കല്യാണത്തിന് താലികെട്ടിൻ്റെ സമയമാവുന്ന സമയത്ത് നമ്മളുടെ ഹീറോയിൻ ആ ഒരു താലി കെട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടി നേരെ നമ്മളുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ കിസ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടുനിന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ്. അങ്ങനെ ഇപ്പോൾ കല്യാണം മുടങ്ങി അടുത്ത ദിവസം നമ്മളുടെ ഹീറോയുടെയും ഹീറോയിൻ്റെയൊക്കെ വീട്ടിൽ ഭയങ്കര സീനാവുകയാണ്. ഹീറോയുടെ അച്ഛനാണെങ്കിൽ അവനെ പിടിച്ച് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. അവനാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ സ്നേഹത്തിലൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ രണ്ട് വീട്ടുകാരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ അനുപമ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവനെ കല്യാണം കഴിക്കുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ സിംഗിളായിട്ട് ജീവിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ വീട്ടുകാർ എങ്ങനെയെങ്കിലും നമ്മളുടെ ഹീറോയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരുടെ കല്യാണം നടത്തുന്നു. നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ യാതൊരു താല്പര്യവും ഇല്ല. പക്ഷേ ഇപ്പോൾ താൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അടുത്ത് നിന്ന് നല്ല ഇടി കിട്ടും എന്നുള്ളതുകൊണ്ട് ഹീറോയ്ക്ക് നിർബന്ധപൂർവ്വം കല്യാണം കഴിക്കേണ്ടി വരികയാണ്. അങ്ങനെ ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് അവരുടെ കല്യാണമൊക്കെ നടക്കുന്നു. അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടി റൂമിലിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഹീറോയിനായിട്ടുള്ള അനുപമ അവൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്. അതായത് അനുപമ അവൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് നിൻ്റെ പ്ലാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നീ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് നല്ല പോലെ അറിയാം. നിനക്ക് ദുബായിലെ ആ ഒരു കോളേജിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സീറ്റ് എനിക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിടണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് അവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് എനിക്കും അവിടെ സീറ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറയുമെന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചെന്നിട്ട് അവിടേക്ക് സെലക്ട് ആയിട്ടുള്ള ആ ഒരു പയ്യനുണ്ടല്ലോ, ഒരു പയ്യനും ഒരു പെണ്ണുമാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ പയ്യൻ്റെ ഡീറ്റെയിൽസ് അവൻ ചോദിച്ചു മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ പയ്യൻ കോച്ചിങ് സെൻറ്ററിലേക്ക് വരുമ്പോൾ അവിടെ ഇവർ ഫേക്ക് ന്യൂസൊക്കെ പ്ലേ ചെയ്തിട്ട് അവനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് ആ ഒരു കോളേജിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ ചുമ്മാ ഫേക്കായിട്ട് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ പയ്യൻ പേടിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ അടുത്ത് സംസാരിച്ച് അവിടെ ഇത്തരത്തിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ മരണം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവനെ അതിൽ നിന്നും പിന്മാറുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് അവനിപ്പോൾ വേറൊരു കോളേജ് സജസ്റ്റ് ചെയ്യിപ്പിച്ച് അവിടെ അവന് അഡ്മിഷനും മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ 2 പേർക്കുള്ള സീറ്റ് വരികയാണ്. അങ്ങനെ നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ആ ടോപ്പ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ ചെന്ന സമയത്ത് നമ്മളുടെ ഹീറോയുടെ ചേച്ചി അവിടെ ഉണ്ടല്ലോ, ചേച്ചി ഇപ്പോൾ അവന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു വീട്ടിൽ നമ്മളുടെ ഹീറോയും അനുപമയും മാത്രമാണുള്ളത്. അപ്പോൾ ഇവർ കല്യാണമൊക്കെ കഴിച്ചെങ്കിലും ഇവർ സെപ്പറേറ്റ് റൂമിലൊക്കെയാണ് താമസിക്കുന്നത്. അതായത് 2 പേരും ഇപ്പോൾ ഒരു എനിമീസ് പോലെ തന്നെയാണ്. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ വരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മളുടെ ഹീറോയുടെ ഈ ഒരു ടോപ്പ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് നമ്മളുടെ ഹീറോ അവനെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു കോളേജിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പയ്യനായിരുന്നു. അവനിപ്പോൾ നമ്മളുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നു, ഞങ്ങൾ ഇവിടുത്തെ ടോപ്പ് കോളേജിലാണ് പഠിക്കുന്നത്, ശരിക്കും നിനക്ക് കിട്ടേണ്ട സീറ്റാണ് നമ്മളുടെ ഹീറോ തന്ത്രപരമായി തട്ടിയെടുത്തതെന്നൊക്കെയുള്ള കാര്യം അവൾ അവൻ്റെ അടുത്ത് പറയുന്നു. അപ്പോഴേക്കും അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നമ്മളുടെ ഹീറോയെ പിടിക്കുകയാണ്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് അവൻ പറയുന്നു, ഇവിടെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, അതുകൊണ്ട് നീ കാരണമാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് താമസിക്കാൻ നിന്റെ വീട്ടിൽ എനിക്ക് ഇടം തരണം എന്ന് പറഞ്ഞിട്ട് അവനും ഇവരുടെ ഒപ്പം താമസിക്കാൻ വേണ്ടി വരുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പം നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഒരു പാർട്ടിക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ട് അവരിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിൻ്റെ കൂടെ കുറച്ച് ക്ലോസ് ആയിട്ട് ഡാൻസ് കളിക്കുന്നു. അത് കണ്ടിട്ട് അനുപമ അവളുടെ ഒരു പ്രൊഫസറുടെ ഒപ്പം ഡാൻസ് കളിക്കുന്ന സമയത്ത് അയാൾ കുറച്ച് മോശമായ രീതിയിലൊക്കെ അവളെ ടച്ച് ചെയ്യുന്നു. അവൾക്കത് ഭയങ്കര അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോ അവിടെ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് അവൾ ദേഷ്യത്തോടു കൂടി അവനെ വിളിക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ആണെന്ന്. നമ്മളുടെ ഹീറോയിൻ ഈ ഒരു കാര്യം റിവീൽ ചെയ്തത് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന്. അങ്ങനെ ഇപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ള കാര്യം കോളേജിലെ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് നമ്മളുടെ ഹീറോയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ കുറച്ച് വഴക്കൊക്കെ നടക്കുന്നു.
അങ്ങനെ ആ വഴക്കിൻ്റെ സമയത്ത് ഇവർ കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നു. അതുപോലെ ഇവർ പരസ്പരം ടച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഉള്ളിലൊരു ഫീലിങ്സ് വന്നിട്ട് അവിടെ വെച്ച് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ ഹീറോ എഴുന്നേറ്റ സമയത്ത് അയ്യോ ഇന്നലെ ഇങ്ങനെയൊക്കെ നടന്നല്ലോ എന്ന് ഓർത്തിട്ട് അവൻ ആകെപ്പാടെ അവനൊരു ഗിൽറ്റി ഫീൽ തോന്നുകയാണ്. അങ്ങനെ അവൻ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഹീറോയിൻ തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അവൻ്റെ ഡ്രസ്സൊക്കെ റെഡിയാക്കി അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ ഹീറോയ്ക്ക് അവളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കോളേജിൽ വെച്ചിട്ട് ആ ഒരു പ്രൊഫസർ നമ്മളുടെ അനുപമയുടെ അടുത്ത് കുറച്ച് മോശമായിട്ട് പെരുമാറിയപ്പോൾ കറക്റ്റ് സമയത്ത് ഹീറോ അവിടേക്ക് ചെന്നിട്ട് ആ പ്രൊഫസറെ പിടിച്ച് നല്ലോണം ഇടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടിയൊക്കെ ആയപ്പോഴേക്കും നമ്മളുടെ ഹീറോയിന് അവനോടുള്ള ഇംപ്രഷൻ ഭയങ്കരമായിട്ട് കൂടി. അതായത് അവൻ ശരിക്കും തന്നെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ അവൾ വിചാരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നാൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തിരിച്ചറിയുന്നു. അങ്ങനെ അവൾ ഈ ഒരു കാര്യം സന്തോഷത്തോടു കൂടി നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ച് ചെല്ലുന്ന സമയത്താണ് ഹീറോ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. അതായത് ഹീറോ പറയുന്നു, എനിക്ക് നിൻ്റെ ഒപ്പം ഒരു ഫാമിലി ലൈഫ് റൺ ചെയ്യാനുള്ള താല്പര്യമില്ല. കാരണം ചെറുപ്പനാൾ മുതലേ എൻ്റെ ജീവിതം മുഴുവൻ നിൻ്റെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേരും തമ്മിൽ നൈറ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് വെറുതെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാന്നുള്ള കാര്യം അവൻ പറയുകയാണ്. അപ്പോൾ അവളും വിഷമത്തോടു കൂടി ഓക്കെ പറയുന്നു. അപ്പോൾ അവൾ ഓക്കെ പറഞ്ഞത് കേട്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ ഭയങ്കര വിഷമത്തിൽ താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പോലും പറയാൻ കഴിയാതെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം നമ്മളുടെ ഹീറോയുടെ ചേച്ചി ഇവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ചേച്ചി ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഹീറോ ഭയങ്കര ഷോക്കാവുകയാണ്. അവൻ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഡൈവോഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അവൻ ആകെ ടെൻഷനായിട്ട് അവളുടെ അടുത്ത് ഇത് നമുക്ക് അബോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ അവളതൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മളുടെ ഹീറോയ്ക്ക് ഇപ്പോൾ അവളോടുള്ള ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുകയാണ്. അങ്ങനെ ഇപ്പോൾ 6 മാസം മുന്നോട്ട് പോകുന്നു. 6 മാസമായിട്ടും നമ്മളുടെ ഹീറോ അവളെ ഒന്നും നോക്കുന്നു പോലുമില്ല. അതായത് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ സ്വയം പോയിട്ട് വാങ്ങിയിട്ട് വരിക, അവളുടെ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും അവൾ ഒറ്റയ്ക്ക് പോവുക എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹീറോയുടെ ചേച്ചി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ഇപ്പോൾ വീട്ടിൽ വിളിച്ചു പറയുകയാണ്. അതായത് ഹീറോയുടെ വീട്ടിലും അവളുടെ വീട്ടിലും വിളിച്ചു പറയുന്നു. അങ്ങനെ ഇപ്പോൾ 2 കൂട്ടരും കൂടിയിട്ട് നേരെ നാട്ടിൽ നിന്നും ഇവിടേക്ക് വരികയാണ്. അങ്ങനെ ഇവിടേക്ക് വന്ന് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാമെന്ന് വിചാരിച്ച് ഹീറോയുടെ അച്ഛൻ അവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവൻ കാര്യങ്ങളൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മളുടെ ഹീറോയുടെ കൂടെ താമസിക്കുന്ന അവൻ്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ നമ്മളുടെ ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്നു. അവൻ അവൻ്റെ അടുത്ത് വളരെ ഓപ്പണായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ എന്നിട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും അവളെ ഒരു എനിമി ആയിട്ട് കാണാതെ നീ അവളിലുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളൊപ്പമുള്ള എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് നീ ഒന്ന് കണ്ടു നോക്ക്. അപ്പം നിനക്ക് അവളെ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നീ ഇപ്പോൾ 6 മാസമായിട്ടുള്ള അവളുടെ ഒരു ജേണി നോക്ക്. 6 മാസമായിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു സമയത്തൊക്കെ നിൻ്റെ നല്ലൊരു സഹായം അവൾക്ക് ആവശ്യമാണെന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെ തൻ്റെ ഫ്രണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറുന്നു. അങ്ങനെ ഇരിക്കെ നമ്മളുടെ ഹീറോയിൻ വയറ്റിൽ കുഞ്ഞിൻ്റെ അനക്കം ഉണ്ടാവുന്നത് ചേച്ചിയുടെ മോനെ കൊണ്ടിങ്ങനെ വയറിൽ തൊടിയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ചേച്ചിയുടെ മോൻ പോയിട്ട് നമ്മളുടെ ഹീറോയെ വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനോട് അവളുടെ വയറിൽ തൊടാൻ വേണ്ടി പറയുമ്പോൾ അവനിങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് വയറിൽ തൊടുന്നത്. പക്ഷേ ആ ഒരു കുഞ്ഞിൻ്റെ അനക്കം അവന് ഫീൽ ചെയ്യുന്ന സമയത്ത് അവന് സംതിങ് എന്തോ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോഴാണ് അവന് ആ കുട്ടിയുടെ മേലെയും നമ്മളുടെ അനുപമയുടെ മേലെയും ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം വരുന്നത്. അങ്ങനെ ആ ഒരു മൊമെൻ്റ് തൊട്ട് നമ്മളുടെ ഹീറോയുടെ ആക്ടിവിറ്റീസ് എല്ലാം മാറുന്നു. അവൻ അങ്ങനെ ഒരു ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് കയറുന്ന സമയത്താണ് അവിടെ നമ്മളുടെ ഹീറോയുടെയും ഹീറോയിൻ്റെയും ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഇപ്പോൾ കല്യാണം വരെയുള്ള എല്ലാ ഫോട്ടോസും അവൾ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ കാണുന്നത്. അങ്ങനെ നമ്മളുടെ ഹീറോ ഇതെല്ലാം കണ്ട സമയത്ത് അവന് ഭയങ്കര വിഷമമാവുകയാണ്. അതായത് അവൻ അവളെ ഇത്രയും ഹെയ്റ്റ് ചെയ്തെങ്കിലും അവൾക്ക് അവനോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് അവൻ തിരിച്ചറിയുന്നു. അതിനുശേഷം അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. നമ്മളുടെ ഹീറോ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുകയാണ്.
അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഹീറോയിൻ അവൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നത്. അതായത് അവൾ അവൻ്റെ അടുത്ത് പറയുന്നു, ഇനിയും 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറിയാണ്, അപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ഡൈവോഴ്സ് ലെറ്റർ ഒപ്പിട്ട് അവൻ്റെ അടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും ദിവസം നിന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയത് എനിക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഞാനെല്ലാം മനസ്സിലാക്കി എൻ്റെ തെറ്റുകളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് പറയുന്നു, നീ എപ്പോൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞോ അന്ന് തൊട്ട് എനിക്ക് നിൻ്റെ അടുത്തുള്ള എല്ലാ സ്നേഹവും പോയി എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോ ഭയങ്കര വിഷമത്തിൽ അവളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ബാക്കിയുള്ള കപ്പിൾസ് പിരിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് പിരിഞ്ഞു പോകാൻ കഴിയില്ല, കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഒരുമിച്ചാണ് വളർന്നു വന്നത്, അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും. അതുപോലെ ഞാൻ നിൻ്റെ റൂമിൽ കയറിയ സമയത്ത് അവിടെ നിൻ്റെ ഫോട്ടോയിനേക്കാൾ എൻ്റെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്, സോ കുറേ കാര്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവളുടെ മുന്നിൽ അവൻ പൊട്ടിക്കരയുകയാണ്. ആ ഒരു സമയത്ത് അവൾക്കും കാര്യങ്ങൾ മനസ്സിലായി. അവളും അവനെ സ്നേഹത്തോടു കൂടി അവൻ്റെ അടുത്ത് നിന്ന് കരയുന്നു. ആ ഒരു സമയത്താണ് കറക്റ്റ് അവൾക്ക് പ്രസവ വേദന വരുന്നത്. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവർക്ക് ഒരു കുട്ടി ജനിക്കുന്നു. അങ്ങനെ കുട്ടി ജനിച്ച് ആ ഒരു സന്തോഷത്തിൽ നമ്മളുടെ ഹീറോ പോയിട്ട് തൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അവൻ്റെ അടുത്ത് പറയുന്നു, ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ജീവിതം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ജീവിതത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരും, പക്ഷേ ജീവിതത്തെ എൻജോയ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ നേരെ ചെന്നിട്ട് അവൻ്റെ കുട്ടിയുടെ കൂടെയും അതുപോലെ നമ്മളുടെ ഹീറോയിൻ്റെ കൂടെയും വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷമാണ്. അതിനുശേഷം ഇവർ നമ്മളുടെ ഹീറോയിനും കൂടിയിട്ട് കുട്ടിയെ കൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ ഹീറോയിനും കുട്ടിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.